നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം അക്കൗണ്ടിൽ പണം ലഭിക്കുന്ന എല്ലാ ആളുകൾക്കും ഇന്നലത്തോടു കൂടി തന്നെ പണം അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പണം കൈകളിൽ എത്തുന്ന ആളുകൾക്ക് നാളെയോ മറ്റന്നാളത്തോടു കൂടി തന്നെ വിതരണം പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ എന്നാണ് ലഭിക്കുക? ഇപ്പോൾ കുടിശ്ശികയുള്ള 3200 രൂപ ഓഗസ്റ്റ് മാസത്തിൽ ഒരു ഗഡു ലഭിക്കുമോ? അതുപോലെ തന്നെ തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോഴും 1.5 വർഷത്തിൽ മേലെ കുടിശ്ശികയുള്ള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ എന്നാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതില്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജൂലൈ മാസത്തിലെ പെൻഷൻ അവരുടെ അക്കൗണ്ടിൽ ഇന്നലെ മുതൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. കൈകളിലെത്തുന്ന ആളുകൾക്ക് നാളത്തോയോ മറ്റന്നാളത്തോടു കൂടി തന്നെ അവരുടെ പണം മുഴുവൻ അക്കൗണ്ടുകളിലോ കൈകളിലും എത്തുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. പല ആളുകളും തെറ്റിദ്ധരിച്ചത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ടാണെന്നുള്ളതാണ്. എന്നാൽ മസ്റ്ററിങ്ങിൻ്റെ കാലാവധി ഓഗസ്റ്റ് മാസം വരെ ഉള്ളതിനാൽ കൊണ്ട് തന്നെ ഇപ്പോൾ പെൻഷൻ മുടങ്ങിയത് മസ്റ്ററിംഗ് മൂലമല്ല, മറ്റു ചില കാരണങ്ങൾ കൊണ്ടായിരിക്കും പെൻഷൻ മുടങ്ങിയത്. അത് എന്തെല്ലാം കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് അറിയണമെങ്കിൽ നമ്മുടെ പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്താൽ മതി. സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ വീട്ടിലുള്ള മറ്റാളുടെ സഹായം തേടാം. പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അതിൽ മസ്റ്ററിംഗ് ചെയ്ത കാര്യം, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ കാര്യം, വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ സത്യാമൂല്യം നൽകിയ കാര്യം, അതല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് വീട്ടിൽ വാഹനമുള്ളത്, അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ പെൻഷൻ മുടങ്ങിയേക്കാം. അങ്ങനെ പെൻഷൻ മുടങ്ങിയ ആളുകളാണെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് എന്നും അതിൽ കാണിക്കും. പെൻഷൻ ഇപ്പോൾ ആക്റ്റീവ് ആണോ ഡീആക്റ്റീവ് ആണോ അതിൽ കാണിക്കും. അങ്ങനെ ഡീആക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ കാരണം അതിൽ തന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ആ കാര്യങ്ങൾ എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു അപ്പീൽ മുഖേന നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അപ്പീൽ നൽകിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി ഒരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണം പ്രകാരം നിങ്ങൾക്ക് പെൻഷൻ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട ഒരു മസ്റ്ററിംഗ് ആണ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെയ്യാത്ത ആൾക്കാർ അത് ചെയ്യുക. അതുപോലെ തന്നെ കുടിശ്ശികയായ 3200 രൂപ അടുത്ത മാസം പെൻഷനോട് കൂടി തന്നെ ലഭിക്കും. ഒരു മാസത്തെ കുടിശ്ശിക ഓഗസ്റ്റ് മാസം ലഭിക്കാനാണ് സാധ്യത കാണുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് നോക്കുമ്പോൾ ആ രൂപത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും അതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും ഇതുവരെയും എത്തിയിട്ടില്ല. ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമാണ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ കുടിശ്ശികയായ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ അടുത്ത മാസത്തോടു കൂടി ഗഡുക്കളായി ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഈ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞതിന് മുമ്പ് തന്നെ അങ്ങനെ മുഴുവൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.